അൻവർ റഷീദ് സംവിധാനം ചെയ്ത ട്രാൻസ് എന്ന സിനിമയിൽ തട്ടിപ്പുകാരനായ പാസ്റ്ററായി ഫഹദ് ഫാസിൽ കാഴ്ചവെച്ച പ്രകടനം സിനിമാ പ്രേമികൾ മറക്കാനിടയില്ല. സിനിമയിലെന്നല്ല, യഥാർത്ഥ ജീവിതത്തിലും അത്തരം തട്ടിപ്പുകാരുണ്ട്. മഹാരാഷ്ട്രയിൽ കെന്നത്ത് സിൽവെ മിനിസ്ട്രീസ് നടത്തുന്ന പാസ്റ്റർ കെന്നത്ത് സിൽവെ എന്ന ആളിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്താണ് സംഭവമെന്ന് വിശദമായി പരിശോധിക്കാം. അറിവും ശാസ്ത്രവും ഇത്രയധികം പുരോഗമിച്ച, മനുഷ്യൻ ചൊവ്വയിലേക്കും ബഹിരാകാശത്തേക്കുമൊക്കെ പേടകങ്ങൾ അയക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ എത്രത്തോളം ദയനീയമായാണ് വ്യാജ പ്രവാചകന്മാരുടെയും അത്ഭുത രോഗശാന്തിക്കാരുടെയും തട്ടിപ്പുകൾക്കിരയാകുന്നത്. ഉയർന്ന വിദ്യാഭ്യാസമോ ശാസ്ത്രബോധമോ ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയെയും രോഗാവസ്ഥയെയും ചൂഷണം ചെയ്ത് കോടികളുടെ ബിസിനസ് നടത്തുന്ന കപട ആത്മീയവാദികളുടെ പുതിയൊരു തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 15 മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള കോണ്ട്വ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. കെന്നത്ത് സിൽവെ മിനിസ്ട്രീസ് നടത്തുന്ന പാസ്റ്റർ കെന്നത്ത് സിൽവെ എന്ന വ്യക്തിക്കെതിരെയാണ് അന്ധവിശ്വാസ നിരോധന നിയമപ്രകാരം പൂനെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ക്യാൻസറും ട്യൂമറും ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഭേദമാക്കാമെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ പറ്റിച്ചതിനാണ് ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വലിയ നാമമുണ്ട്, ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കർ. മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി സ്ഥാപിച്ച് പതിറ്റാണ്ടുകളോളം പോരാടിയ ധീരനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഈ അന്ധശ്രദ്ധ മുക്തി മിഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളുടെയെല്ലാം ആശയപരമായ അടിത്തറ ദാബോൽക്കറുടെ പോരാട്ടങ്ങളാണ്. എന്നാൽ കപടസിദ്ധന്മാരുടെയും അന്ധവിശ്വാസ മാഫിയകളുടെയും താൽപര്യങ്ങൾക്ക് വലിയ ഭീഷണിയായതിനെ തുടർന്ന് 2013 ഓഗസ്റ്റ് 20 പൂനെയിൽ വെച്ച് പ്രഭാത സവാരിക്കിടെ ദാബോൽക്കർ അതിക്രൂരമായി വെടിയേറ്റു കൊല്ലപ്പെട്ടു. തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് കടുത്ത ജനരോഷത്തെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ അന്ധവിശ്വാസ വിരുദ്ധ നിയമം അഥവാ ബ്ലാക്ക് മാജിക് ആക്ട് ഓർഡിനൻസായി പാസാക്കിയത്. ഇന്ന് പാസ്റ്റർ കെന്നത്ത് സിൽവയ്ക്കെതിരെ പോലീസ് പ്രയോഗിച്ചിരിക്കുന്ന അതേ നിയമം നിലവിൽ വന്നത് ദാബോൽക്കറുടെ ജീവത്യാഗത്തിന്റെ ഫലമായാണ്. ദാബോൽക്കറെ ഭൗതികമായി ഇല്ലാതാക്കിയെങ്കിലും അദ്ദേഹം കൊളുത്തിയ യുക്തിചിന്തയുടെ വെളിച്ചമാണ് ഇന്നും ഇത്തരം തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോഴത്തെ ഈ കേസിലേക്ക് വരാം. മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസങ്ങൾക്കും വ്യാജ അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങൾക്കുമെതിരെ നിരന്തരം പോരാടുന്ന പ്രമുഖ സംഘടനയായ അന്ധശ്രദ്ധ മുക്തി മിഷൻ സ്ഥാപകൻ സിദ്ധാന്ത് ഷാഹുരാജ് ചവാൻ നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസെടുത്തിട്ടുള്ളത്. വെറും 4-5 മാസങ്ങൾക്കുള്ളിൽ മാത്രം കെന്നത്ത് സിൽവയെ പോലെയുള്ള 10ഓളം വ്യാജന്മാർക്കെതിരെ കേസെടുപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ FIRലെ വിവരങ്ങൾ പരിശോധിച്ചാൽ വളരെ ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നത് എന്നത് വ്യക്തമാകും. സോഷ്യൽ മീഡിയയിൽ വന്ന ആകർഷകമായ ഒരു പരസ്യം കണ്ടാണ് സിദ്ധാന്ത് ഷാഹുരാജ് ചവാൻ കോണ്ഡോയിലെ ശിവനേരി നഗറിലുള്ള ജീസസ് ഈസ് ലോർഡ് ചർച്ചിൽ നടന്ന ചങ്കായി കാ രവിവാർ അഥവാ അത്ഭുത രോഗശാന്തിയുടെ ഞായറാഴ്ച എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് രോഗപീഠകളാൽ വലയുന്ന 300 മുതൽ 400ഓളം വരെയുള്ള പാവപ്പെട്ട മനുഷ്യരെയാണ്. അവിടെ എത്തിയ ആളുകളോട് വളണ്ടിയർമാർ പേരും വിലാസവും ഒപ്പുമടങ്ങിയ ഫോമുകൾ നിർബന്ധപൂർവ്വം പൂരിപ്പിച്ചു വാങ്ങി. അതിനുശേഷം അനുഗ്രഹീത എണ്ണ എന്ന രീതിയിൽ ലേബൽ ഒട്ടിച്ച ചെറിയ കുപ്പികൾ 20 രൂപ നിരക്കിൽ ആളുകൾക്ക് വിറ്റഴിക്കാൻ തുടങ്ങി. ഈ എണ്ണ എല്ലാത്തരം രോഗങ്ങളും മാറ്റുമെന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു പ്രധാന സംഭവമാണിതെന്നും കുപ്പിയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഈ കുപ്പി വാങ്ങുക, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഇതുവഴി ഭേദമാകും. ഇതിലെ മരുന്ന് വെള്ളത്തിൽ കലർത്തി കുടിക്കുക. ശരീരത്തിൽ എവിടെയെങ്കിലും കട്ടിയുള്ള മുഴകളോ നീരോ ഉണ്ടെങ്കിൽ അത് അവിടെ പുരട്ടുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വളണ്ടിയർമാർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നത്. ശാസ്ത്രീയമായി യാതൊരു അടിത്തറയുമില്ലാത്ത ഇത്തരം ദ്രാവകങ്ങൾ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച രോഗികൾക്ക് നൽകി അവരുടെ ജീവൻ വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ചർച്ചിനുള്ളിൽ പ്രവേശിച്ച പരാതിക്കാരൻ കാണുന്നത് സ്റ്റേജിൽ പാസ്റ്റർ കെന്നത്ത് സിൽവയും 7 സ്ത്രീ പുരുഷന്മാരും ചേർന്ന് കടുത്ത ആംഗ്യങ്ങളോടെ പ്രാർത്ഥനകൾ നടത്തുന്നതാണ്. ജനങ്ങളിൽ പെട്ടെന്ന് വിശ്വാസമുണ്ടാക്കാൻ വേണ്ടി ചില കൃത്രിമ സാക്ഷ്യപ്പെടുത്തലുകൾ അവർ സ്റ്റേജിൽ അവതരിപ്പിച്ചു. ഒരു 6-7 വയസ്സുള്ള കുട്ടിയെയും മാതാപിതാക്കളെയും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. ആ കുട്ടിക്ക് ഒരിടത്തും സ്കൂൾ അഡ്മിഷൻ കിട്ടാതിരുന്നതാണെന്നും എന്നാൽ പാസ്റ്റർ പ്രാർത്ഥിച്ചതോടെ പെട്ടെന്ന് അഡ്മിഷൻ ലഭിച്ചുവെന്നും ഒരു വളണ്ടിയർ പ്രഖ്യാപിച്ചു. തൊട്ടുപിറകെ 3 വയസ്സുള്ള മറ്റൊരു കുട്ടിയെ സ്റ്റേജിൽ എത്തിച്ചു. 3 വ്യത്യസ്ത ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ചിട്ടും മാറാത്ത കടുത്ത പനി പാസ്റ്ററുടെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമായി ഭേദമായി എന്നതായിരുന്നു അവകാശവാദം. ആധുനിക വൈദ്യശാസ്ത്രത്തെയും ഡോക്ടർമാരെയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പാസ്റ്റർ തന്റെ ബിസിനസ് കൊഴിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് പാസ്റ്റർ കെന്നത്ത് സിൽവെ നേരിട്ട് മൈക്കിലൂടെ അവിടെ കൂടിയവരെ അഭിസംബോധന ചെയ്തത്. സദസ്സിലിരിക്കുന്നവരോട് തങ്ങൾക്ക് എവിടെയാണോ രോഗമുള്ളത് അവിടെ വലത് കൈ വെക്കാൻ അയാൾ ആവശ്യപ്പെട്ടു.
FIR അനുസരിച്ച് അയാൾ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: നിങ്ങൾക്ക് എവിടെയാണോ രോഗമുള്ളത് അവിടെ വലത് കൈ വെക്കുക, തലയിലാണ് രോഗമെങ്കിൽ തലയിൽ കൈവെക്കുക, കാലിലാണെങ്കിൽ കാലിൽ വെക്കുക, ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും എവിടെയാണോ രോഗം അവിടെ കൈവച്ച് ഒരു കൈ മുകളിലേക്ക് ഉയർത്തുക. ഇന്ന് യേശു നമുക്ക് രോഗശാന്തി നൽകാൻ പോവുകയാണ്. രോഗത്തിന്റെ എല്ലാ ദുരാത്മാക്കളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. പോകൂ പോകൂ, എല്ലാ ക്യാൻസറുകളോടും ട്യൂമറുകളോടും ഈ ശരീരം വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ നിമിഷം ചിലരുടെ ശരീരത്തിൽ നിന്ന് ട്യൂമറുകൾ ഒഴിഞ്ഞു പോകുന്നത് എന്റെ ആത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കടുത്ത വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വ്യാജമായ പ്രതീക്ഷ നൽകി അവരെ യഥാർത്ഥ ചികിത്സയിൽ നിന്ന് അകറ്റുന്ന ഭീകരമായ മാനസിക ചൂഷണമാണിത്. അവിടെ നടന്ന കാര്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച പരാതിക്കാരനെയും കൂടെയുള്ളവരെയും വോളണ്ടിയർമാർ ഭീഷണിപ്പെടുത്തുകയും റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയും പരിപാടികളും ഒക്കെ കഴിഞ്ഞ ആളുകൾ ഹാളിന് പുറത്തേക്ക് പോകുമ്പോൾ സംഭാവന പെട്ടികളും ഒഴിഞ്ഞ കവറുകളും ഒക്കെ നൽകി പണം പിരിച്ചെടുക്കുന്ന രീതിയും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ സംഭവം മാത്രമല്ല, ഇന്ത്യയിലുടനീളം എല്ലാ മതങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ പോലും ബാബമാരുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ അടുത്തുപോയി നിസാര രോഗങ്ങളെ പോലും ഗുരുതരമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ വഷളാക്കുകയാണ്. വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും ഇത്തരം കപട അത്ഭുത രോഗശാന്തി കേന്ദ്രങ്ങൾ സജീവമാണ്. പ്രമേഹം മുതൽ ക്യാൻസർ അടക്കമുള്ള പല അസുഖങ്ങൾക്കും ദിവ്യാത്ഭുത രോഗശാന്തി ലഭിച്ചെന്ന് വിശ്വസിച്ച് മരുന്നും ചികിത്സയും നിർത്തുകയും പിന്നീട് രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ക്യാൻസർ പോലുള്ള ഗുരുതരമായ അസുഖങ്ങളുള്ള രോഗികളെ പ്രാർത്ഥനയിലൂടെ സുഖപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത വ്യാജ സ്വാമിമാരുടെയും ദിവ്യന്മാരുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ കഥകൾക്കൊന്നും യാതൊരു പഞ്ഞവുമില്ല. ഇത്തരം കപട ആത്മീയ ചികിത്സകൾക്ക് പുറകെ പോകുന്നവർ ചിന്തിക്കേണ്ടത് ഇതേ ദിവ്യന്മാർ പോലും ഒരു ചെറിയ പനി പിടിച്ചാൽ നേരെ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നാണ്. എന്തായാലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നരേന്ദ്ര ദാബോൽക്കർ ജീവൻ നൽകി പോരാടി നിർമ്മിച്ചെടുത്ത കടുത്ത നിയമങ്ങൾ രാജ്യവ്യാപകമായി വരണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമായ ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർന്നു വരേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഏതെങ്കിലും ഒരു മതത്തിനോ ആത്മീയതയ്ക്കോ എതിരെയുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ളതാണ്. കേരളത്തിലും ഇത്തരമൊരു നിയമം വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.